ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനിക്ക് സൂര്യയെ കാണാൻ പറ്റാത്ത അവസ്ഥ അവിടെ പത്മയും ഇന്ദ്രജയും കൂടി ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ. അങ്ങനെ ഈ സമയം നന്ദിനി സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പോൾ രാജു പറയാണ്, എന്ത് ചെയ്യാനാണ് മോളെ, എന്തെല്ലാം വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ അതൊക്കെ അവർ തടസ്സപ്പെടുത്തുകയാണല്ലോ, ഇനി എന്താ എൻ്റെ മോള് ചെയ്യുക എന്നൊക്കെ ഇനി ചോദിക്കുകയാണ്. ആ സമയം പറയാണ്, സൂര്യ സാർ ഒരു പക്ഷേ ഈ ഞാൻ എഴുതി വെച്ച ആ സ്ലൈറ്റ് കണ്ടിട്ടുണ്ടാവും, നമുക്ക് അങ്ങോട്ടേക്ക് പോവാമെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഒരു വാർപ്പിൻ്റെ മുകളിലോട്ട് കയറി പോവാണ്. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ നന്ദിനി 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 എന്ന് പറഞ്ഞ് സൂര്യ അലറി വിളിക്കുകയാണ് കേട്ടോ. സൂര്യ കരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. സൂര്യക്ക് സഹിക്കുന്നില്ല. നന്ദിനിയെ കാണാത്തത് കൊണ്ട് തന്നെ ഒരു ഭയം സൂര്യയുടെ മുഖത്ത് വന്ന് തുടങ്ങുകയാണ്. നന്ദിനിക്കാണെങ്കിലോ സൂര്യക്കാണെങ്കിലോ എണീറ്റ് നിൽക്കാനും പറ്റുന്നില്ലല്ലോ. അപ്പോൾ സൂര്യ വല്ലാത്തൊരു ടെൻഷനിലാണ്. ഈ സമയമാണെങ്കിലോ സൂര്യ ഇങ്ങനെ അലറി വിളിച്ച് കരയാണ് കേട്ടോ. നന്ദിനി നന്ദിനി എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയാണ്. ആ സമയം അങ്ങോട്ടേക്ക് ഇന്ദ്രജയും വേദയും വിജയും കൂടി കയറി വരികയാണ്. എന്തിനാണ് നീ നന്ദിനിയെ വിളിക്കുന്നത്? നന്ദിനി ഇവിടെ ഇല്ലെന്ന് ഒരു വട്ടം എന്നോട് പറഞ്ഞു, പിന്നെ എന്തിനാണ് അവളെ വിളിക്കുന്നത്? അപ്പോൾ ഈ സമയം ശരി, നന്ദിനിയെ വിളിക്കുന്നില്ല, നിങ്ങളെൻ്റെ ഫോണിങ് തന്നെ. അയ്യോ, എൻ്റെ ഫോണ് ഞങ്ങളുടെ കയ്യിലില്ല. ആ സമയം എന്താ എൻ്റെ ഫോൺ എന്തേ പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം ഇന്ദ്രജ വേഗം പറയാണ്, എൻ്റെ ഫോണ് അന്ന് ആ ഒരു തീപിടുത്തത്തിൽ, അതായത് എൻ്റെ കാല് പൊള്ളുന്ന സമയത്ത് അത് വീണ് പൊട്ടി ഉടഞ്ഞു പോയി എന്നൊക്കെ പറയാണ്. ഈ സമയം ഇത് കേട്ട ഉടനെ തന്നെ ശരി, എൻ്റെ ഫോണ് പൊട്ടിയോ, ഓക്കെ, ഇനി നിങ്ങളുടെ ഫോണ് തന്നെ. അപ്പോഴേക്കും വേദ പറയണ, ഏട്ടന് തരാൻ പറ്റത്തില്ല ഫോണ്, കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന്. അത് കേട്ട ഉടനെ തന്നെ, ഫോൺ ഉപയോഗിക്കുന്നത് ഞാൻ കാലുകൊണ്ടല്ല കൈകൊണ്ടാണ്, എനിക്ക് എൻ്റെ ഫോണിങ്ങ് തായോ, എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് എനിക്ക് ഫോൺ വേണം, അപ്പോൾ എന്നിട്ട് ഫോണ് തായോ. അപ്പോഴേക്കും തിരിച്ച് പറയണ, ഫോണില്ലാത്തത് കൊണ്ടല്ലേ തരാത്തത്, സംഭവം കാലിലെ മുറിവെന്ന് മനസ്സിലായി, പക്ഷെ ഫോണില്ലല്ലോ, എനിക്കെൻ്റെ ഡാഡിയെ വിളിക്കണം. ഡാഡി എവിടെ? അയ്യോ, ഡാഡി മീറ്റിങ്ങിന് പോയിരിക്കല്ലേ, അത് കുറച്ച് ദിവസം പിടിക്കില്ലേ. ഇത്രയും ദിവസം ഒരു മീറ്റിങ്ങോ? ഞാൻ എന്താ കമ്പനി കൊണ്ടു കിടക്കാത്ത ആളാണ്? എത്ര ദിവസമായി ഡാഡി പോയിട്ട്? ഡാഡി എവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആ സമയം പറയണേ, ഡാഡി മീറ്റിങ്ങിലല്ലേ എന്ന് വിജയ് അവിടെ പറയണേ. ഈ സമയം പറയണേ, എനിക്കെൻ്റെ ഡാഡിയോട് ഈ നിമിഷം ഈ സമയം എനിക്ക് സംസാരിക്കണം, ഫോൺ ഇങ്ങ് തായോ എന്ന് പറയണേ. ഇതേ സമയം ഫോണൊക്കെ തരില്ലെന്ന് പറഞ്ഞ് ഇന്ദ്രജ വാശി പിടിക്കുക. അപ്പോൾ വിജയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് വിജയ് പറയണേ, എന്തിനിങ്ങനെ ഫോൺ തരില്ലെന്ന് പറഞ്ഞാൽ ഫോൺ അങ്ങ് കൊടുത്ത് നിൻ്റേത് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് സൂര്യക്ക് കൊടുക്കുകയാണ്. സമയം ഇന്ദ്രജ വിജയോട് ചൂടാവണം, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? അവന് ഡാഡിയോട് സംസാരിച്ചോട്ടെ, നീ എന്തിനാ അതിന് തടസ്സം നിൽക്കുന്നത്? അപ്പോൾ വേദയാണെങ്കിൽ, ഈശ്വര, ഈ വിജയ് എന്ത് പണിയാണ് ചെയ്തത്, ഈ അളിയൻ കാരണം പ്രശ്നമാവുമല്ലോ എന്നുള്ള ആ ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഈ സമയം ഇന്ദ്രജ അതേ നെഞ്ചിടിപ്പാണ് കേട്ടോ. ഡാഡിക്ക് ഇപ്പോൾ വിളിച്ച ഡാഡി എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ മീറ്റിംഗ് അങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഡാഡി അവിടെ നിൽക്കത്തില്ല, ഡാഡി ആ സമയം ആ സ്പോട്ടിന് ഇവിടെ എത്തും എന്ന് ഇന്ദ്രജയ്ക്ക് മനസ്സിലാവണം. അങ്ങനെ വിജയ് ഇങ്ങനെ തുറച്ച് നോക്കാം. വിജയ് ആണെങ്കിലോ യാതൊരു വിലയും കൊടുക്കുന്നില്ല കേട്ടോ. ആ ഒരു നോട്ടത്തിനൊന്നും യാതൊരു വിലയും കൊടുക്കാതെ വളരെ കൂളായി വിജയ് ഇങ്ങനെ നിൽക്കുകയാണ്. വിജയ് വളരെ കൂളായി വിജയ് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് എന്ന ആ ഒരു ലെവലിൽ ഇവർ ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ വിജയ് അതിനൊന്നും ഒരു വിലയും കൊടുക്കില്ല കേട്ടോ. വിജയ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇതേ സമയമാണെങ്കിലോ സൂര്യ തൻ്റെ ഫോൺ എടുത്തിട്ട് തൻ്റെ ഡാഡിക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഡാഡിക്ക് വിളിക്കുമ്പോൾ തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നിങ്ങനെ കാണിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം ഇതെന്താ ഡാഡിയുടെ ഫോൺ ഓഫ് എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്നതിനോട് കൂടി ഇന്ദ്രജയ്ക്കും വേദക്കും സമാധാനമാവും. അപ്പോൾ വേദ പറയാം, എങ്ങനെ ഓഫ് ആവാതിരിക്കും, ഡാഡി മീറ്റിങ്ങിലായിരിക്കും, അതുകൊണ്ടാണ് ഡാഡി സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് പറയുന്നത് കേട്ടോ. ഇതേ സമയം വീണ്ടും സൂര്യ വിളിക്കണം. അവർക്ക് പേടി വരികയാണ്, അഥവാ ഡാഡി ഫോൺ എടുത്ത എല്ലാ സത്യങ്ങളും പൊളി, അതോടുകൂടി ഇവിടെ പ്രശ്നങ്ങളോട് മുകളിലൂടെ പ്രശ്നങ്ങളായിരിക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന അർത്ഥത്തിൽ ഇവരിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വീണ്ടും ഈ ഒരു ഫോണ് ഇങ്ങനെ വീണ്ടും വിളിക്കുന്നവ കേൾക്കുമ്പോൾ ഇവർക്ക് പേടിയാവണം. എന്നാൽ വിജയാണെങ്കിൽ നല്ല കൂളായി ചിരിക്കുന്നു കേട്ടോ. അങ്ങനെ സൂര്യയോട് ചോദിക്കും, നിന്നോട് പറഞ്ഞില്ലേ ഈ ഫോണിങ്ങ് തന്നേക്കാം. അപ്പോഴേക്കും സൂര്യ, എന്നാ നിങ്ങളുടെ ഫോണെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എത്ര തവണയാണ് നിങ്ങളോട് പറയുന്നത് ഫോണ് വിളിച്ചാൽ കിട്ടില്ലെന്ന്, കാരണം നിൻ്റെ ഡാഡി മീറ്റിങ്ങിനാണ് പോയിരിക്കുന്നത്, ഫോൺ ഓണാണെങ്കിൽ വിളിക്കില്ലേ എന്ന് പറയാൻ കേട്ടോ. ഈ സമയമാണെങ്കിലോ പുറത്തോട്ട് പോവാണ് ഇവർ മൂന്നെണ്ണം എൻ്റെ കൺമുന്നിൽ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് സൂര്യ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ മൂന്നാളും പുറത്ത് കടന്നതിന് ശേഷം വിജയോട് ദേഷ്യപ്പെടാണ് ഇന്ദ്രജ, നിങ്ങൾ എന്തിനാണ് എൻ്റെ ഫോൺ കൊടുത്തത്? ആ ഫോൺ കൊടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഡാഡി ഫോൺ എടുത്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ എന്താ അവസ്ഥ? ഡാഡി ഫോൺ എടുത്ത എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഡാഡി ഇപ്പോൾ ഫോൺ എടുത്ത എല്ലാ സത്യങ്ങളും ഇതോടുകൂടി പൊളിയില്ലേ? പിന്നീട് സൂര്യ അല്ലാതായി മാറില്ലേ എന്നൊക്കെ പറയുമ്പോൾ വിജയ് നിന്ന് ചിരിക്കണം. അപ്പോൾ ഇന്ദ്രജ വേദ പറയണ, എന്താ ഇങ്ങനെ
ചിരിക്കുന്നു. ചേച്ചി ചോദിച്ചത് സത്യമല്ലേ എന്ന് പറയുന്നത്. ഞാനല്ലേ, എൻ്റെ അല്ലേ ബുദ്ധി, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ഉടൻ തന്നെ എന്താ നിങ്ങൾ ചെയ്ത് എന്ന് വിജയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ വിജയ് പറയണ, അതെ, നിൻ്റെ ഫോണിൽ നിന്നും ഞാൻ നിൻ്റെ ഡാഡിയുടെ നമ്പർ, എൻ്റെ നമ്പർ നിൻ്റെ ഡാഡിയുടെ നമ്പറാക്കി സേവ് ചെയ്തിട്ട്, എന്നിട്ട് എൻ്റെ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ അങ്ങ് ഇട്ട് വെച്ചു. അപ്പോൾ പിന്നെ നിൻ്റെ അതായത് നിൻ്റെ അനിയൻ സൂര്യ വിളിക്കുന്ന ഡാഡി എന്ന് എഴുതി വെച്ച ആ ഒരു നമ്പറിലോട്ട് പോകുന്നത് അത് നിൻ്റെ ഡാഡിയുടെ നമ്പറല്ല, എൻ്റെ നമ്പറാണ്, അതുകൊണ്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞത് എന്ന് പറയാം കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി വേദ പറയണേ, ഈശ്വര എന്തൊരു ഐഡിയ ആണ്, നല്ല ഐഡിയ ആണല്ലോ ചെയ്തത്, എന്തായാലും അപാര ബുദ്ധി തന്നെ എന്നിങ്ങനെ പറയട്ടെ. അപ്പോൾ അപ്പോൾ ഉടനെ തന്നെ വിജയ് പറയണേ, എങ്ങനെയുണ്ട് ബുദ്ധി, സൂര്യക്ക് മുന്നിൽ ഞാൻ കാണിച്ച ബുദ്ധി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ വേദ പറയുന്നുണ്ട്, അപാര ബുദ്ധി തന്നെ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇന്ദ്രജ് അങ്ങനെ ദേഷ്യത്തോടു കൂടി തുറിച്ച് നോക്കാൻ കേട്ടോ. ഇതേ സമയം വിജയ് ചോദിക്കാൻ, നീ എന്തിനാ എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നത്, ഞാനൊരു നല്ല കാര്യം ചെയ്തിട്ടും നീ എന്തിനാ എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. ആ സമയം അല്ല, നിങ്ങൾ എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് എങ്ങനെ പഠിച്ചു? അത് കേൾക്കുന്ന വിജയ ആകെ പേടിക്കണം കേട്ടോ. അത് പിന്നെ ഇന്ദ്രജയെ, ഞാനൊരു ദിവസം ആവശ്യത്തിന് വേണ്ടി, നിങ്ങൾ എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് പഠിക്കേണ്ട ആവശ്യമില്ല, ഇനി എൻ്റെ ഫോൺ തൊട്ടാലുണ്ടല്ലോ നിങ്ങളുടെ കൈ ഞാൻ വിട്ടും, എൻ്റെ പാസ്വേഡ് ഞാൻ മാറ്റുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. എന്നാൽ ഈ സമയം സൂര്യ നന്ദിനി എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞു വിളിക്കാൻ കേട്ടോ. ആ സമയം കാണാം സൂര്യ ഇങ്ങനെ കരഞ്ഞു വിളിക്കുന്ന സമയത്ത് പുറത്തിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ആ സ്ലേറ്റ് പെട്ടെന്ന് സൂര്യയുടെ കണ്ണിൽ കാണുന്നു. അങ്ങനെ സൂര്യ ഇങ്ങനെ അതിലോട്ട് ഇങ്ങനെ എത്തി നോക്കണ്ട. അപ്പോൾ സൂര്യക്ക് അത് എന്താണെന്ന് വ്യക്തമാവുന്നില്ല. സൂര്യ ബെഡിൽ കിടന്ന് പതിയെ ഉരുണ്ട് ആ വിൻഡോയുടെ അടുത്തോട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ സമയം നന്ദിനിയും രാജ്യവും കൂടി മുകളിലോട്ട് കയറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവർ പറയുകയാണ്, ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഇതിൽ ഈ ഒരു സ്ലൈറ്റ് കാണുകയാണെങ്കിൽ പ്രശ്നമാവില്ലേ, അപ്പോൾ അതുകൊണ്ട് സൂര്യ സാർ ഇനി ഇത് കണ്ടിട്ടുണ്ടാവും, ഒരു പക്ഷേ കാണുന്നുണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്ലൈറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ആ ചരട് വലിക്കുകയാണ്. സൂര്യ ആണെങ്കിലോ എഴഞ്ഞിട്ട് പതിയെ ഈ സ്ലൈറ്റിൻ്റെ അരികിലോട്ട് എത്തുകയാണ്. അങ്ങനെ സൂര്യ എഴുത്ത് വായിക്കുന്ന സമയം നന്ദിനി മുകളിൽ നിന്നും ആ സ്ലൈറ്റ് വലിക്കുകയും ചെയ്യാണ് കേട്ടോ. നന്ദിനിക്ക് അറിയില്ല സൂര്യ ഇതിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. നന്ദിനി പേടിച്ചിട്ടാണ് കേട്ടോ വലിക്കുന്നത്. ഇനി ഇവരെന്തെങ്കിലും എന്നോട് ചെയ്യുമോ എന്നൊരു പേടിയോട് കൂടിയാണ് കേട്ടോ നന്ദിനി വലിക്കുന്നത്. അങ്ങനെ നന്ദിനി ഈ സ്ലൈറ്റ് വലിക്കുകയും സൂര്യക്ക് ഇത് കഴിയൂല കേട്ടോ. അപ്പോൾ സൂര്യ, ആരാണിത് വലിക്കുന്നത്, അതിലെന്താ എഴുതി വെച്ചിരിക്കുന്നത്, എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ആരാണത് വലിക്കുന്നത് എന്ന് പറഞ്ഞ് സൂര്യ അലറി വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ സമയമൊന്നും ഈ നന്ദിനി ഇത് കേൾക്കില്ല. നന്ദിനി ആണെങ്കിൽ സൂര്യ സാർ ഇത് കണ്ടിട്ടുണ്ടാവും, അല്ല എങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ കണ്ടാൽ അതും ആപത്താണ്. ഈശ്വര, എൻ്റെ സൂര്യ സാറിനെ എങ്ങനെ എനിക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് നന്ദിനി നല്ല സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഇവരെ പേടിക്കുകയാണ്. ഇനിയും ഇതുപോലെ ഫോൺ ചോദിക്കും. ആ സമയം ഫോണിൽ ഇനിയും വിളി വരും. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ സംസാര വിഷയം ഇവർക്കുള്ളിൽ ഉണ്ടാവുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ഇന്ദ്രജയോട് പത്മ വന്നിട്ട് പറയാണ്, ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, നന്ദിനി വീട്ടിലില്ലെന്ന സത്യം അത് അറിയിക്കാൻ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. അത് ആര് വിചാരിച്ചാൽ അതൊക്കെയുണ്ട്. ആ ആൾ പറഞ്ഞ സൂര്യ വിശ്വസിക്കും. അവളുടെ വേണ്ടപ്പെട്ട ആളാണ്, ആ ആൾ മാത്രം പറയണം. അതിനെന്താ വഴിയെന്ന് ചോദിക്കണം. ആരതിയില്ലേ, ആരതി പറയണം സൂര്യയോട് നന്ദിനി ഈ വീട്ടിലില്ലെന്ന്. എന്താ അമ്മ ഈ പറയുന്ന, ആരതിയുണ്ടോ ഈ വീട്ടിൽ സൂര്യ ഇല്ല എന്നുള്ളൊരു വാക്ക് പറയുന്നത്? അതൊക്കെ പറയിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ.